ഹേ ഗായ്സ്, അപ്പോ ഹലോ, വീണ്ടും നമ്മൾ പുതിയ ബേസിൽ ജോസഫ് പടമായിട്ട് വന്നിട്ടുണ്ടല്ലേ. പടത്തിന്റെ പേരെന്താണ് ബ്രോ? പെൻമാൻ ഡയറക്റ്റഡ് ബൈ ജ്യോതിശങ്കറിന്റെ പടം. എവിടെയോ നോക്കിട്ട് ജ്യോതിശങ്കറിന്റെ പടം. ആറ്റിറ്റ്യൂഡ് കളയല്ലേ പറ, എന്താണ് ഒപ്പീനിയൻ? ബേസിൽ ജോസഫ് ഒരു ചെറിയ പടം, ആകെ 2 മണിക്കൂറല്ലേ ഇല്ലോ അല്ലേ ഡ്യൂറേഷൻ? ചെറിയ പടം, മറ്റേ എമ്പുരാൻ പറഞ്ഞ അതില് ഒരു ചെറിയ പടം. എമ്പുരാന്റെ ടീസർ എല്ലാരും ഊക്കുന്നു, മമ്മൂട്ടി അടക്കം ഊക്കുന്നുണ്ട് പൃഥ്വിരാജിനെ. രാജ് ഇത്രയും ചെറിയ പടം. ഓ ശരിയാ. അപ്പം പടത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്? എനിക്ക് എന്റെ ഒപ്പീനിയൻ അങ്ങനെ ഒരാൾ പറയാം. ആദ്യം എന്റെ ഒരു ഒപ്പീനിയൻ, നമ്മൾ നോർമലി ബേസിലിന്റെ പടം കാണാൻ വേണ്ടി വരുമ്പോ ഒരു കോമഡി ആ ഒരു സ്റ്റൈലുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ഭയങ്കര ഒരു സീരിയസ് അല്ല, പുള്ളിക്കാരൻ്റെ ഒരു കോമഡി തന്നെയാണ്. പക്ഷെ ആ ഒരു സ്റ്റോറി ഒരു ഭയങ്കര ഒരു സീരിയസ് ടൈപ്പ് അല്ലേ. ബാക്കി ഞാൻ പറയാം രണ്ടാമത്തെ തവണ വരുമ്പോ. നിന്റെ പറഞ്ഞു ബേസിൽ ജോസഫിന്റെ ഒരു സാധാ ഫിലിം സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടി കേറ്റി നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നോർമല്, സെക്കൻഡ് ഹാഫ് രസം കാണാൻ. നമ്മിങ്ങനെ ഇങ്ങനെ ഇരിക്കും, എന്നാവും രസമുണ്ട്. സെക്കൻഡ് ഹാഫ് മാത്രം. നെക്സ്റ്റ് പേഴ്സൺ ഗുഡ് ഫിലിം. നല്ല പടം. പിന്നെ എല്ലാരും പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഞാൻ പറയണ ബേസിൽ ജോസഫിന്റെ യൂഷ്വൽ പടമല്ല, ചെറിയ പടമാണ്. ബേസിൽ ജോസഫിന്റെ അങ്ങനെ നമുക്ക് കോമഡി ഉണ്ടാവും, ചെറിയ ചെറിയ നല്ല ഇതിലും കോമഡി ഉണ്ട്. പക്ഷെ നമുക്ക് തോന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി തോന്നല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റേറ്റിംഗ് കൊടുത്തത്? ഞാൻ 3.7, 3.7 അത്രയില്ലോ, അത്ര 5. ഈ ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ നമുക്കൊരു നമുക്ക് ഒരു സ്ത്രീധനം അല്ലേ, അങ്ങനല്ല ചെറിയ പടം. പക്ഷെ നമുക്ക് ഈ തോന്നില്ലേ, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തോന്നില്ലേ ചെറിയ പടത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മളെ തിയേറ്റർ മാറിയിട്ട് നമ്മള് ഫസ്റ്റ് കൊറേ മാസത്തിന് ശേഷം നമ്മള് തിയേറ്റർ മാറി. സുമംഗലി തിയേറ്ററിൽ വന്നിട്ടുണ്ട് പയ്യന്റെ അടുത്ത് അല്ലേ. ഇല്ല, നമ്മ കേറിയ സ്ക്രീന് മോശമൊന്നുമില്ല, ചെറുതാന്ന് കുഴപ്പമൊന്നുമില്ല. അല്ല അങ്ങനെ ഇല്ലു, സീറ്റിംഗ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ട. പിന്നെ കമ്പയർ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് വേറെ പണ്ടേ ഇല്ലത് മാറ്റണം. പിന്നെ അതന്നെ ഒരു സ്ത്രീധനം നമുക്ക് ഈ സമയത്ത് നടക്കുന്ന ഒരു കഥ അല്ലേ. പക്ഷെ ഈ സമയത്ത് നടക്കുന്നതാന്നതില് സ്വർണത്തിന്റെ വിലയെല്ലാം പറയുമ്പോ. പക്ഷെ അതൊരു പക്ഷെ നമുക്ക് പണ്ടേത്തെ ഒരു ടൈപ്പ് സംഭവം ഇപ്പൊ അങ്ങനെ ആൾക്കാർ ഉണ്ടാവുമല്ലേ. അത് കുറച്ചായില്ലേ, അതിന് ശേഷം ഇങ്ങനത്തെ ഇതെല്ലാം വന്നേ. അത് പാർട്ടി ഇത് ഇതാക്കുന്നുണ്ട്, അത് വാങ്ങിക്കൂടാന്ന് അങ്ങനത്തെ സ്ഥലത്തെല്ലാം. ഇത് അങ്ങനത്തെ ഒരു ഇതന്നെ, ഇത് അങ്ങനത്തെ ഒരു സ്ഥലം. ടെക്നിക്കൽ ഭാഗമൊന്നും വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല അല്ലെ. മ്യൂസിക് അങ്ങനത്തെ ബിജിഎം സ്കോർ ചില സ്ഥലത്ത് സങ്കടം വരും. ഇവനെ പെരുതാൻ പോകുന്നില്ലേ, നല്ല ത്രില്ലടിപ്പിക്കുന്നുണ്ട് ചില സമയത്തെല്ലാം. സങ്കടം വരുന്നുണ്ട്, സീനെല്ലാം ഉണ്ട്. നല്ല പടമാണ്. ഇടയില്ല സുമംഗലി. ഇപ്പൊ സുമംഗലിന് മാത്രമേ അറിയില്ല, ഇനി വരാൻ സാധ്യതയില്ല അല്ലെ. ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഈ പടങ്ങളെല്ലാം ആകെ ഒരു വീക്ക് ഒരു നല്ലതാണെങ്കിലും അങ്ങനെ ഓടുന്നില്ലോ അല്ലേ. അതായത് വലുതായിട്ട് ചെറിയ പടങ്ങൾ ഉണ്ടാവില്ലേ, വലിയ പ്രൊമോഷൻ കൊടുക്കാത്ത അങ്ങനത്തെ പടമല്ലേ ഇങ്ങനെ. നല്ലതാണെങ്കിലും ഒരു ആൾക്കാരിലേക്ക് എത്തൂല. നല്ലതാണെങ്കിലും ഇപ്പൊ അത്ര ആൾക്കാർ ഉണ്ടായിട്ടു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടോന്ന് ചോദിക്കാൻ, നമ്മോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടാണെന്ന് ചോദിച്ചറിയില്ല, അറിഞ്ഞിട്ടതല്ല അങ്ങനെ പറഞ്ഞോ. ഇനിയിപ്പോ അത് ഞാൻ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലോ അല്ലേ, കമന്റ് ചെയ്യാ ആണെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മളെ കണ്ടാല് കമന്റ് ചെയ്യാ. പയ്യനൊരു നമ്മള് കൊറേ ആൾ നോക്കുന്നുണ്ടായി. സായിസിന് പിന്നെ എല്ലാരും ആട്ടണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട്. പെരേനാ. അപ്പൊ ആരും അങ്ങനെ കളിയാക്കരുത് എന്ന് നമ്മള് വിനീതമായി പറയുന്നുണ്ട് അല്ലെ. എന്നാലും നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പം. അത് ഭയങ്കര ഒരു ഇങ്ങനെ അറിയുന്നവർക്ക് അറിയാം. അങ്ങനെ നാലും അറിയുന്നുണ്ട്. മാറി മണിക്കാൻ പോയ ഒരു ചെക്കൻ ചോദിക്കുന്നുണ്ട് നമ്മളെ ഇന്റർവ്യൂ ഇതിനെ കുറിച്ചിട്ട്. അന്ന് ഇവന്റെ ഫോൺ എടുക്കാൻ പോയാലോ, ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് അല്ല ഇതിനെ കുറിച്ചിട്ട്. മറ്റേ ചെക്കൻ. അപ്പോ ഗൈസ് പടം എമ്പുരാന്റെ ടീസർ ചെറിയ പടം. അത് നേരത്തെ ഞാൻ പറയും നല്ല ഫ്ലോയിൽ വന്നതാണ്. ചെറിയോടും ബറൂസ് കിടിലം പെടും.
അങ്ങനെ അങ്ങനെ പറഞ്ഞ അത് മമ്മൂട്ടി വന്നിട്ട് എല്ലാരും മോഹൻലാലും മമ്മൂട്ടി എല്ലാരും വന്നിട്ട് ഇയാളെ ഊക്കുന്നുണ്ട് പൃഥ്വിരാജിനെ. ഇത്രയും ചെറിയ പടം എടുക്കുന്നു വിചാരിച്ചിട്ടില്ല അല്ലെ. ടീസറിൽ അങ്ങനെ വലിയ മാസം അങ്ങനെ സംഭവം ഒന്നുമില്ല. ഭയങ്കര ബിജിഎമ്മോ അല്ലെ, നമുക്കൊരു അങ്ങനത്തെ വലിയ ബിജിഎം സംഭവം ഒന്നും ഇല്ല. ടീസറല്ലാടാ ഇത്, ജസ്റ്റ് ഒരു വെടിക്കെട്ട്. ഇനി ഞാൻ സാധനം വരുന്നു ചെക്കന്റെ. എന്തായാലും അടിപൊളിയായിരിക്കുന്നു, പ്രതീക്ഷിക്കാം. ഈ മാർച്ച് 27 ഭയങ്കര നമ്മ ഫാൻ ഷോക്ക് എല്ലാം പോണെന്ന് വെച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. നല്ല രസമുണ്ടോ ഫാൻ ഷോക്ക് പോയാല്? ഉറക്ക അങ്ങനെ രാവിലെ പോകുന്നല്ല, ഈ അലമ്പ് ഒച്ചപ്പാടും. അപ്പൊ ഇത്രയേ ഉള്ളൂ, നല്ല പടാന്ന് പോയിട്ട് കാണാല്ലേ. റിവ്യൂ ഓഫ് എ കോമൺ പീപ്പിൾസ്. റിവ്യൂ എന്നല്ല, നമ്മളെ ഒപ്പീനിയൻ അല്ല. റിവ്യൂ എന്നെല്ലാം പറയുമ്പോ അതിന്റെ രീതിയിൽ പറയണം. നമ്മളങ്ങനെ വിവരവും ഇത് വിദ്യാഭ്യാസം ഇല്ല ആൾക്കാരല്ല. നമുക്ക് ലൈവിലില്ല. നമ്മൾ സാധാരണ നമ്മളെ കണ്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നല്ലേ. പോയി കാണും, അത്രേ ഉള്ളൂ. അങ്ങനല്ല, ഇത് എന്നാ പറഞ്ഞ പ്രോപ്പർ റിവ്യൂ ഒന്നല്ല, ഒരു സാധാരണക്കാരന്റെ ഒരു അഭിപ്രായമായിട്ട് കിട്ടിയത്. സിനിമയോട് ഇഷ്ടമില്ല റിവ്യൂ. അപ്പോ അടുത്ത കാണാം.